നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജൻറ്റീനയും ബ്രസീലും തമ്മിലുള്ള മത്സരം നാളെയാണ്. നാളെ രാത്രി ബ്രസീലിയൻ സമയം 9 മണിക്കാണ് മത്സരം. അർജൻറ്റീനയിലെ ബ്യൂണസ് അയേഴ്സിലാണ് കളി. ഇന്ത്യൻ സമയം പറയുമ്പോൾ നമുക്ക് മറ്റന്നാൾ പുലർച്ചെ 5:30 കളി ആരംഭിക്കുക. ഈ കളിക്ക് മുന്നോടിയായിട്ട് വലിയ ബിൽഡപ്പൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് കലിപ്പ് മൂഡിലാണ് നമ്മുടെ റാഫീഞ്ഞ എന്ന് വേണം പറയാൻ. കാരണം അദ്ദേഹം അത്തരത്തിലുള്ളൊരു പ്രതികരണം നടത്തിയിരിക്കുന്നു. റൊമാരിയോയുമായിട്ടുള്ള ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം ഇപ്പോൾ ഈ തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അർജൻറ്റീനയെ തോൽപ്പിക്കും, ഞാൻ ഗോളടിക്കും, വേണ്ടി വന്ന കളിക്കളത്തിന് പുറത്തും അവരെ തീർക്കും. പിന്നെ ഒരു എഫ് വേർഡൊക്കെ നമ്മുടെ റൊമാരിയോ പറയുന്നുണ്ട്. അത് അദ്ദേഹം വീണ്ടും ഏറ്റെടുത്ത് റാഫീഞ്ഞയും പറയുന്നുണ്ട്. തംബ്നെയിൽ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിലാണ് റാഫീഞ്ഞയുടെ പ്രതികരണം. നമ്മൾ അതിലേക്കൊന്ന് പോകാം. ഇത് റൊമാരിയോ ആണ് അങ്ങോട്ട് ആദ്യം പറയുന്നത്. റൊമാരിയോ പറയുന്നു, നമ്മുടെ ഏറ്റവും വലിയ റൈവൽസ് ആയിട്ടുള്ള അർജൻറ്റീനയ്ക്കെതിരെ കളിക്കാൻ പോവുകയാണ്. താങ്ക് ഗോഡ് അവരുടെ ടീമിൽ മെസ്സി ഇല്ല, അവരെ തോൽപ്പിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ മറുപടി, അവരെ തോൽപ്പിക്കും, ഒരു സംശയവും വേണ്ട, അവരെ തോൽപ്പിക്കും, കളിക്കളത്തിലും വേണ്ടി വന്ന കളിക്കളത്തിന് പുറത്തും. അപ്പോൾ മറുപടി റൊമാരിയോ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാനത് ഇഷ്ടപ്പെടുന്നു, നിങ്ങളുടെ ഈ ഒരു ആവേശം ഞാൻ ഇഷ്ടപ്പെടുന്നു. അർജൻറ്റീനക്കാരെ നമ്മൾ അങ്ങനെ വളരെ ശക്തമായിട്ട് അവരെ അടിക്കണം. കാരണം നമുക്ക് അവരെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും എഫ് വേർഡ് ഉപയോഗിക്കുകയാണ്. റാഫീഞ്ഞയുടെ മറുപടി, നമ്മളവരെ തോൽപ്പിക്കും. അപ്പോൾ ഫൈനലി വീണ്ടും ചോദിക്കുകയാണ്, ഇത് റൊമാരിയോ അങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ കളിയിൽ ഒരു ഗോൾ അടിക്കും അല്ലേ അർജൻറ്റീനയ്ക്കെതിരെ? എഫ് വേർഡ് ചേർത്തുകൊണ്ടാണ് ആ ഒരു ഗോളിൻ്റെ കാര്യം ചോദിക്കും. മറുപടി, തീർച്ചയായിട്ടും ഞാൻ ഗോൾ അടിക്കും, എല്ലാം ഞാൻ സമർപ്പിക്കും എന്നാണ് അവിടെ നമ്മുടെ റാഫീഞ്ഞയുടെ മറുപടി. ഇതിപ്പം വലിയ രൂപത്തിൽ അർജൻറ്റീൻ മാധ്യമം ഓലയൊക്കെ എടുത്തുകൊണ്ട് അവരുടെ നാട്ടിൽ പ്രചരിപ്പിച്ച് വാർത്ത കൊടുത്തിട്ടുണ്ട്. ഒരല്പം സ്പൈസി ആയിട്ടാണ് അവർ കൊടുക്കുന്നത്. ഒരു ഹാഷ് പ്രോമിസ് ആണെന്ന രൂപത്തിൽ. ഓല എപ്പോഴും അങ്ങനെയാണ്, ഒന്ന് കയറ്റിയിടും. അതേസമയം TYC സ്പോർട്സ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതേപോലെ ഇപ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അർജൻറ്റീനയിൽ. അപ്പോൾ എന്തായാലും ഇത് ഒരു വലിയ രൂപത്തിലുള്ള ചർച്ചയായിട്ട് റാഫീഞ്ഞയുടെ ഈ വാക്കുകൾ മാറിയിട്ടുണ്ട്. റാഫീഞ്ഞയെ സംബന്ധിച്ചിടത്തോളം ഒരു കണക്ക് തീർക്കാനുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതാണോ ഇനി അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കണ്ടറിയണം. അത് 2021 ഡെർബി, അർജൻറ്റീന വേഴ്സസ് ബ്രസീൽ മത്സരം. അന്ന് ഓട്ടാമെൻഡി ഒരു എൽബോ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ. അങ്ങനെ 5 സ്റ്റിച്ച് ഇടേണ്ടി വന്നു റാഫീഞ്ഞക്ക്. എന്നാൽ അന്നത്തെ റഫറി ആയിട്ടുള്ള ആൻഡ്രിയസ് കുഞ്ഞ അത് കണ്ടില്ല, ഫൗള് പോലും വിളിച്ചില്ല. വാർ അത് ചെക്ക് ചെയ്യാനും തയ്യാറായില്ല. അന്നത് വലിയ രൂപത്തിൽ വിമർശനങ്ങളൊക്കെ വന്നിരുന്നതാണ്. ഇനി അതിൻ്റെ ഒരു കലിപ്പിലാണോ റാഫീഞ്ഞ എന്നുള്ളത് കണ്ടിരണം. എന്തായാലും ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ ആ ഇൻസിഡൻറ്റ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തായാലും കളി വലിയ ആവേശത്തിലായിരിക്കും. ഓട്ടാമെൻഡി ഈ തവണയും കളിക്കാനുണ്ട്. റാഫീഞ്ഞ അന്നത്തെ റാഫീഞ്ഞ അല്ല, ഇന്നിപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച താരമായിട്ട് പോലും പലരും പരിഗണിക്കുന്ന റാഫീഞ്ഞയാണ്. അപ്പോൾ അതുകൊണ്ട് മികച്ചൊരു പോരാട്ടം എല്ലാവരും പ്രതീക്ഷിക്കുന്നു. അതേസമയം ബാഴ്സ ആരാധകരുടെ നെഞ്ചിൽ തീയാണ്. ഇനിയിപ്പോൾ ഇവിടെ വെച്ച് എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് റാഫീഞ്ഞ പരിക്ക് പറ്റി വരികയാണെങ്കിൽ അവരുടെ സീസൺ കുളമാകും. അതുണ്ടാവല്ലേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ബാഴ്സ ആരാധകർ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.